തമിഴ്നാട്ടിൽ നിന്നെത്തിയ മുട്ട വാങ്ങിയ ജനങ്ങൾക്ക് കിട്ടിയത് 8ന്റെ പണി. വയനാട്ടിലെ കണിയമ്പറ്റയിലാണ് സംഭവം. തമിഴ്നാട് സ്വദേശികൾ ഇരുചക്ര വാഹനത്തിൽ കൊണ്ടുവന്ന മുട്ട സാധാരണയേക്കാൾ കുറഞ്ഞ വിലയിൽ നൽകിയതിനാൽ കൂടുതൽ ആളുകളും വാങ്ങിയിരുന്നു. വാങ്ങിയ മുട്ടകളെല്ലാം ഉപയോഗശൂന്യമായിരുന്നുവെന്നാണ് ഇപ്പോൾ പരാതി ഉയരുന്നത്. കഴിഞ്ഞ ദിവസം കണിയമ്പറ്റ മില്ലുമുക്ക് പ്രദേശങ്ങളിൽ മുട്ട ചൂടാക്കിയപ്പോൾ പ്ലാസ്റ്റിക്കിനും റബ്ബറിനും സമാനമായ രീതിയിലുള്ള വസ്തുവാണ് ലഭിച്ചതെന്ന് മുട്ട വാങ്ങിയവർ പറയുന്നു. 100 രൂപയ്ക്ക് 11 താറാവ് മുട്ടകളാണ് ഇവർ വിറ്റത്. വിലക്കുറവ് കണ്ട് പ്രദേശത്തെ ഒട്ടേറെ പേർ മുട്ടകൾ വാങ്ങിയിരുന്നു. വീട്ടിലെത്തിയ ശേഷം പൊട്ടിച്ചപ്പോഴാണ് മുട്ടയ്ക്കുള്ളിലെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. മുട്ടയുടെ മഞ്ഞക്കരുവിന് പകരം മഞ്ഞ നിറത്തോട് സാമ്യമുള്ള കൊഴുത്ത ദ്രാവകമാണ് കണ്ടത്. സമയം കഴിയും തോറും ദ്രാവകത്തിന്റെ നിറം മാറിക്കൊണ്ടിരുന്നു. ചിലത് പൊട്ടിച്ചപ്പോൾ ജെല്ലി രൂപത്തിലും കാണപ്പെട്ടു. മുട്ടകൾ തമ്മിൽ കൂട്ടിമുട്ടിയാലും നിലത്ത് വീണാലും പെട്ടെന്ന് പൊട്ടുന്നില്ലെന്നും മുട്ട വാങ്ങിയവർ പറയുന്നു. ചിലർ പുഴുങ്ങിയ ശേഷം തോട് പൊളിച്ചപ്പോൾ ഉള്ളിൽ വെളുത്ത നിറത്തിലുള്ള റബ്ബർ പന്തിന് സമാനമായ വസ്തുവാണ് ലഭിച്ചത്. ആരോഗ്യ വിഭാഗത്തിന് പരാതി നൽകാനും പരിശോധന നടത്താനുമായി മുട്ടകൾ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്.